ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ പാരാമീറ്റേഴ്സ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ. അതായത് റിഗ്രഷൻ പാരാമീറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവൽ കണ്ടുപിടിക്കുന്നത് ടി ടെസ്റ്റ് യൂസ് ചെയ്താണ്. ടി ടെസ്റ്റ്. Second question, F-test can be used to test the significance level of regression coefficient simultaneously. F-test can be used to test the significance of regression coefficient simultaneously. Third question, with the help of a regression equation, one can measure a variable which is now dash measurable with the help of a regression equation. regression equationൻ്റെ ഹെൽപ്പോടുകൂടി ഒരാൾക്ക് എന്തിനെ മെഷർ ചെയ്യാൻ പറ്റും? one can measure a variable which is not ഡയറക്റ്റ്ലി മെഷറബിൾ. നമുക്കൊരു ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസിനെ റിഗ്രഷൻ ഇക്വേഷൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് കോറിലേഷൻ വാസ് ഗിവൺ ബൈ. ദ ഐഡിയ ഓഫ് കോറിലേഷൻ വാസ് ഗിവൺ ബൈ കാൾ പിയേഴ്സൺ. ഐഡിയ ഓഫ് കോറിലേഷൻ വാസ് ഗിവൺ ബൈ കാൾ പിയേഴ്സൺ. He founded this idea of correlation in 1890. In 1890 കാൾ പിയേഴ്സൺ കോറിലേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി റോ സ്ക്വയർ ഓർ ആർ സ്ക്വയർ, അതായത് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ഈസ് നോൺ ആസ്. ഇതിൽ ആർ സ്ക്വയറിന് പറയുന്ന നെയിമാണ്, അതായത് ആ ക്വാണ്ടിറ്റി, അതിൻ്റെ മെഷറിന് നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദ ക്വാണ്ടിറ്റി റോ സ്ക്വയർ ഓർ ആർ സ്ക്വയർ ഈസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ആർ സ്ക്വയർ എന്ന് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് നമ്മുടെ എന്താ പറയുക കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആറെന്നും റോ എന്നും സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയറിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന്. ഇനി ദ ക്വാണ്ടിറ്റി 1 മൈനസ് ആർ സ്ക്വയർ. ദ ക്വാണ്ടിറ്റി 1 മൈനസ് ആർ സ്ക്വയർ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ. ആർ സ്ക്വയറിനെ ഡിറ്റർമിനേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. 1 മൈനസ് ആർ സ്ക്വയറിനെ കോഎഫിഷ്യൻ്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഇനി അതേ കണക്ക് റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയറിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് അലൈനേഷൻ എന്നാണ് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് അലൈനേഷൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഒറിജിൻ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ലൈസ് ഇൻ ഡാഷ് ഡിസ്ട്രിബ്യൂഷൻ. ദ ഒറിജിൻ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ലൈസ് ഇൻ ബൈവേരിയറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? ബൈവേരിയറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുകൂടെ പറയാം, ദ ഒറിജിൻ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ലൈ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ബൈവേരിയറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നയൻത് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആർ ബേസ്ഡ് ഓൺ n പെയർഡ് വാല്യൂസ്. അതായത് ടോട്ടൽ ഒരു n, നമുക്ക് ഇവിടെ കോറിലേഷൻ്റെ കേസ് വരുമ്പോൾ പെയർഡ് വാല്യൂസ് ആണല്ലോ എടുക്കുന്നത്, അതായത് എക്സും വൈ. ആ രീതിയിൽ പെയർഡ് വാല്യൂസിൽ n പെയർഡ് വാല്യൂസ് ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. 2 ടൈപ്പ് എറേഴ്സ് ഉണ്ട്. പ്രോബബിൾ എറേഴ്സും സംഭവിക്കാം, സ്റ്റാൻഡേർഡ് എററും ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആറ് ബേസ്ഡ് ഓൺ ദ n പെയർഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് n. അതായത് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് തന്നിരിക്കും, അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് n ആണ്. n മീൻസ് n പെയർഡ് വാല്യൂസിൻ്റെ കേസാണ്. 10th question,
ദ ഫോർമുല ഫോർ പ്രോബബിൾ ഇറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ആദ്യം പറഞ്ഞത് ഏതാണ്? സ്റ്റാൻഡേർഡ് ഇറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 - r²/√n. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഫോർമുല ഫോർ പ്രോബബിൾ ഇറർ ഓഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് പ്രോബബിൾ ഇറർ ഈക്വൽ ടു 0.6745 ഇൻറ്റു നമ്മൾ സ്റ്റാൻഡേർഡ് ഇററാണ്, അതായത് 0.6745 ഇൻറ്റു 1 - r²/√n. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇറർ അറിയാമെങ്കിൽ പ്രോബബിൾ ഇറർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? പ്രോബബിൾ ഇറർ എന്ന് പറയുന്നത് 0.6745 ഇൻറ്റു നമ്മുടെ സ്റ്റാൻഡേർഡ് ഇററാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ 11th ക്വസ്റ്റ്യൻ ആണ്. ദ ഫോർമുല ഫോർ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. റാങ്ക് കോറിലേഷൻ, അതായത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല 1 - 6 ഇൻറ്റു സമ്മേഷൻ di² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² - 1 ആണ്. അതിൽ ഡി ഐ എന്ന് പറയുന്നത് നമുക്ക് എക്സും വൈയുടെയും അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് 2 സെറ്റ് പെയർസ് ഓഫ് സെറ്റിൻ്റെ റാങ്ക്സ് ആയിരിക്കും തരുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡി ഐ ആയിട്ട് എടുക്കുന്നത്. റാങ്ക് തമ്മിലുള്ള 2 ഒബ്സർവേഷൻ്റെ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് XI - YI റാങ്ക് ഓഫ് XI. പിന്നെ അതേ കണക്ക് നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ XI YI എന്ന് പറഞ്ഞ് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻ പറയുന്ന സ്ഥാനത്ത് ഇവിടെ 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൻ്റെ റാങ്ക് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് റാങ്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ റാങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം ആ റാങ്കുകളുടെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ DI എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് എത്ര പെയർഡ് വാല്യൂസ് തന്നിട്ടുണ്ടോ അതാണ് N. അപ്പോൾ നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് 1 - 6 ഇൻറ്റു സമ്മേഷൻ di² ബൈ n ഇൻറ്റു n² - 1. ഇനി ചില കേസിൽ റാങ്ക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഇപ്പോൾ ഒരേ റാങ്ക് തന്നെ 2-3 ഒബ്സർവേഷൻസിന് വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് റാങ്ക്സ് ആണ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല 1 - 6 ഇൻറ്റു സമ്മേഷൻ di² പ്ലസ് സമ്മേഷൻ t³ - t/12 ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² - 1. ഓക്കെ, ഇതാണ് റിപ്പീറ്റഡ് റാങ്ക്സിൻ്റെ കേസിൽ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല. 1 - 6 ഇൻറ്റു സമ്മേഷൻ di² പ്ലസ് സമ്മേഷൻ t³ - t ഹോൾ ഡിവൈഡഡ് ബൈ 12 ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² - 1. ഓക്കെ, അടുത്ത നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഫോർ 50 students of class, the regression equation of marks in statistics X and marks in mathematicsനെ Y ആയിട്ട് അസ്യൂം ചെയ്ത്, അതായത് ടോട്ടൽ 50 സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ടോട്ടൽ 50 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്സിൽ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് മാർക്ക് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ്. 2 മാർക്കുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കിന് X ആയിട്ടും ആൻഡ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സിനെ Y ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പം അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷനാണ് 3y - 5x + 180 = 0. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് X ഓൺ Y എന്നുള്ള കേസാണ്. X അല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സിൻ്റെ Y. അപ്പോൾ അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ദ മീൻ മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ഈസ് 44. മാത്സിൻ്റെ മീൻ മാർക്ക് 44 ആയിട്ട് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ദ മീൻ നമ്പർ ഓഫ് മാർക്സ് ഇൻ
സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണ്ടുപിടിക്കണം. അതായത് മാത്സിൻ്റെ മീൻ മാർക്ക് തന്നിട്ടുണ്ട്. മാത്സിൻ്റെ മീൻ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മാത്സിനെ വൈ ആയിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് വൈ ബാർ എന്ന് പറയുന്നത് അല്ലേ, മെയിൻ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, വൈ ഇട്ട് ബാർ, വൈ ബാർ. ആ വാല്യൂ നമുക്ക് 44 തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ആണെന്ന് തന്നിട്ടുണ്ട്, മാർക്ക് അതായത് മാത്സിൻ്റെ മീൻ മാർക്ക് 44 അതായത് വൈ ബാർ 44 തന്നിട്ടുണ്ട്, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് എക്സ് ബാറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എക്സ് ഈക്വൽ ടു ചെയ്തപ്പോൾ 3y + 180 ഹോൾ ഡിവൈഡഡ് ബൈ 5 കിട്ടും. ഇനി ഇതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിനെല്ലാത്തിനും അതായത് ഇവിടെ എക്സ് ബാർ കൊടുക്കുക, ഇവിടത്തേന് വൈ ബാർ അസ്യൂം ചെയ്യുക. അപ്പോൾ ദ മീൻ മാർക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? മീൻ മാർക്ക് എന്ന് പറയുമ്പോൾ എക്സ് ബാർ അല്ലേ, അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് 3 തന്നിരിക്കുന്ന ഇക്വേഷനിൽ വൈയുടെ സ്ഥാനത്ത് വൈ ബാർ കൊടുക്കുക, ബാക്കിയെല്ലാം അതേ വാല്യൂസ് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പം 3 × വൈ ബാർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 44 ആണ്. അപ്പോൾ 3 × 44 + 180 ഹോൾ ഡിവൈഡഡ് ബൈ 5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 62.4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്ത 13th question. The coefficient of correlation between two variables x and y. ഒന്നുകൂടെ പറയാം. The coefficient of correlation between two variables x and y is 0.8. ഓക്കെ, അപ്പം അതായത് എക്സിൻ്റെയും വൈയുടെയും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് 0.8 ആണ്. ആൻഡ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y ഓൺ എക്സ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ആറായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ബി ഓഫ്, ഇപ്പോൾ ഇവിടെ വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സ് എന്നുള്ളതാണ്. ആ ബി വൈ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0.2. അങ്ങനെയാണെങ്കിൽ ദെൻ ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ബി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിക്കേ, ആദ്യം തന്നിട്ടുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ്, അതിനെ നമുക്ക് 6 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. പിന്നെ റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് തന്നിട്ടുണ്ട്, ബി വൈ എക്സ് ആണ് 0.2. അടുത്ത ബി എക്സ് വൈ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇത് മൂന്നും തമ്മിലൊരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ R is equal to √BXY × BYX എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ നിന്ന് R² is equal to BYX × BXY എന്നുള്ള കേസ് എടുക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പം 0.8 the whole square is equal, തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം കൊടുക്കുക, ഡയറക്റ്റായിട്ട് BXY കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ BXY is equal to നമുക്ക് 3.2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 14th question. If two variables x and y are related as y is equal to a plus bx. If two variables x and y are related as y is equal to a plus bx, then the value of modulus r, mod rൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് 1 ആയിരിക്കും. ഓക്കെ, എക്സും വൈയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ y is equal to a plus bx എന്നുള്ള ഫോമാണെങ്കിൽ അവിടുത്തെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പറയുമ്പോൾ നമുക്ക് +or-1 അല്ലേ, അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ എപ്പോഴും എന്തായിട്ട് തന്നെ എടുക്കുക? 1 ആയിട്ട് തന്നെ മാറും. മോഡുലസ് ഓഫ് r is always 1. അടുത്തൊരു പ്രോബ്ലം 15th question. The coefficient of correlation between x and y is 0.60.6. Their covariance is 4.8. കോവേരിയൻസ് 4.8 ആണ്. ഫസ്റ്റ് പറഞ്ഞ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ദ വേരിയൻസ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 9 ആണ്.
we have to find the standard deviation of y. Okay, standard deviation of y is dash. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റിലേഷൻസ് എല്ലാം എഴുതാം. അതായത് 6 തന്നിട്ടുണ്ട്, 0.6 ആണ്. കോവേരിയൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ് COV, കോവേരിയൻസ് XY = 4.8 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് x ആണ് തന്നിട്ടുള്ളത്. വേരിയൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് σx² എന്നാണ്. അത് 9 ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്നിട്ട് σy ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് x കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് √9 എടുക്കുക, ദാറ്റ് ഈസ് = 3. എന്നിട്ട് നമുക്കിത് മൂന്നും തമ്മിലുള്ള റിലേഷനുള്ളൊരു 3 അല്ല 4 എണ്ണം, അതായത് 6ഉം കോവേരിയൻസും σx σyയും തമ്മിലുള്ള റിലേഷനാണിത്. അപ്പോൾ ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചു വയ്ക്കുക. R = ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ = കോവേരിയൻസ് XY ഡിവൈഡഡ് ബൈ σx × σy ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ തന്നിട്ടുണ്ട്, കോവേരിയൻസ് വാല്യൂ തന്നിട്ടുണ്ട്, σx ഇല്ലായിരുന്നു, σx² ആയിരുന്നു, അതിൽ നിന്ന് σx കാൽക്കുലേറ്റ് ചെയ്യുക, σy കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ഇക്വേഷനിൽ കൊടുക്കുക, ഈ ഫോമിൽ എഴുതുക. പിന്നെ ഇവിടെ നിന്ന് σy കണ്ടുപിടിക്കാൻ ക്രോസ് ആയിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനൽ ആൻസർ നമുക്ക് 8/3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2 വേരിയബിൾസ് x ആൻഡ് y ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇഫ് 2 വേരിയബിൾസ് x ആൻഡ് y ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അതായത് ആറിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ തന്നിട്ടില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ R = നമ്മൾ എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. പോസിറ്റീവ്ലി ആണ്, പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞു തന്നുണ്ട്. ആറിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ പെർഫെക്റ്റീവ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R = -1 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആറ് 5 and 10. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് σx-ഉം σy ആണ്, 5ഉം 10ഉം റെസ്പെക്റ്റീവ്ലി ആണ്. ദെൻ ദ കോവേരിയൻസ്. അപ്പോൾ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ തൊട്ടുമ്പോൾ ഇപ്പോൾ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. R = കോവേരിയൻസ് XY ബൈ σx σy. ഇവിടെ നമുക്ക് ആറിൻ്റെ വാല്യൂ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് നമുക്ക് എക്സും വൈയും പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 1 കൊടുക്കുക, എന്നിട്ട് ഇക്വേഷനിൽ കൊടുത്ത് സോൾവ് ചെയ്ത് കോവേരിയൻസ് കിട്ടുക. നമുക്ക് കോവേരിയൻസ് ഇതേ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കോവേരിയൻസ് = 50 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും നോക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയ സെക്ഷനുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.